കോഴിക്കോട്ടെ സ്വർണ്ണ കച്ചവടം പ്രധാനമായും രണ്ട് പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒന്ന് കൊടുവള്ളിയും മറ്റൊരു നിങ്ങൾ കാണുന്ന കമ്മത്തിലെ. കമ്മത്തിലെ സ്വർണ്ണ വ്യാപാരം നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒന്നാണ് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 14ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് രാജാക്കന്മാരുടെ യോദ്ധാക്കളും പടയാളികളുമായി വന്ന കമ്മന്മാരിൽ നിന്നാണ് ഈ കമ്മത്തിലെ ചരിത്രം ആരംഭിക്കുന്നത്. കേരളത്തിലെത്തിയ കമ്മന്മാർ വിവിധ പ്രദേശങ്ങളിലായി താമസം തുടങ്ങി. അതിൽ വലിയൊരു വിഭാഗം ആളുകൾ കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കിഴക്ക് ഭാഗത്തായി തിങ്ങി താമസിച്ചു. ആദ്യകാലത്ത് രാജാക്കന്മാരുടെ സുരക്ഷാപരമായിരുന്നു ഇവർ. പിന്നീട് ഇവർ ചില ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന രത്ന വ്യാപാരത്തിലേക്കും കൃഷിയിലേക്കുമെല്ലാം തിരിഞ്ഞു. ഈ രത്ന വ്യാപാരക്കാരായ ആളുകളെല്ലാം ചേർന്ന് ഒരു പ്രദേശത്ത് തിങ്ങി താമസിച്ചു. അവർ താമസിക്കുന്ന വീടിന് സമീപത്ത് തന്നെ അവർ ചെയ്തു ഈ രത്ന കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി. അറബികളും ചൈനക്കാരും അന്ന് വിദേശികളായി കേരളത്തിലുണ്ടായിരുന്നു. അന്നത്തെ വൈദേശികരുമായി അവർക്ക് വലിയ ബന്ധം ഉണ്ടായി. അറബികളിൽ നിന്നും സ്വർണ്ണം വാങ്ങി തദ്ദേശീയമായ രത്നം അറബികളിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണമെല്ലാം വലിയ ഒരു കച്ചവടത്തിന്റെ വാതായനം തോന്നി. അന്നത്തെ രാജാക്കന്മാരുമായി വലിയ ബന്ധമുണ്ടായിരുന്ന കമ്മന്മാർ രാജാക്കന്മാർക്ക് പാരിതോഷികമായി ഈ സ്വർണ്ണാഭരണങ്ങളും രത്നം പതിച്ച ആഭരണങ്ങളും കല്ലുകളും എല്ലാം നൽകി. അങ്ങനെ പറ്റപ്പെട്ട ഇവർ വലിയ ശതമാനം ആളുകൾ തിങ്ങി താമസിക്കുകയും അവിടെ സ്വർണ്ണ രത്ന വ്യാപാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇവർ താമസിക്കുന്ന ആ പ്രദേശം ആദ്യകാലത്ത് കമ്മത്ത് കോളനി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന കമ്മത്തിലെ എന്ന പേര് അതിന് കിട്ടിയത്.